മേജർ സർ, മേജർ സർ, മേജർ സർ. അത് മിസ്സമ്മയുടെ വോയിസ് അല്ലേ? വിഷമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നേക്കുന്നു. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? മിസ് ചെയ്യണ്ട. വാ 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 വാ. മേജർ സർ, മേജർ സർ, പുറത്തേക്ക് ഇറങ്ങി വരണം സർ. എന്തിനാ മോളെ സിംഹത്തിന്റെ മുന്നിൽ പോയി വിളിക്കുന്ന പോലെ സാറിനെ വിളിക്കുന്നത്? നീ ഇന്നും കിട്ടു വന്നേ. എന്റെ കൈ പിടി രാഘവ സർ, നിങ്ങൾക്കൊന്നും അറിയില്ല. മേജർ സർ, മേജർ സർ, താഴേക്ക് വരാൻ. മേജർ സർ, എന്താ മോളെ? മേജർ സർ, മേജർ സർ. പാർവതി, പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കെ. പ്ലാൻ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇവൾ എന്തെങ്കിലും പറഞ്ഞിവിടെ ടെസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇവളെ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. ഏയ്, നിനക്കെന്താ വട്ടായോ? മഹേന്ദ്ര പോവാൻ പറഞ്ഞതല്ലേ? ഇറങ്ങിപ്പോ. മഹേന്ദ്ര പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. മഹേശ്വരി നിക്ക്. എന്താ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി സർ, നന്നായിട്ട് മനസ്സിലായി. ആ പുഴയുടെ അടുത്ത് നിങ്ങളെ കണ്ടപ്പോഴാ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴേ ഞാൻ ഫിക്സ് ചെയ്തു, എനിക്ക് ഇനി ഇവിടെ ജോലി ഉണ്ടാവില്ല, ഈ വീട്ടുകാരായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഞാൻ ഇവിടുന്ന് ബാഗും തൂക്കി പോവേണ്ടി വരുമെന്ന്. ബാഗൊക്കെ റെഡിയാക്കി എല്ലാരോടും ടാറ്റ ബൈ ബൈയും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ വീട് വിട്ട് പുറത്തിറങ്ങിയപ്പോഴാ എനിക്കൊരു കാര്യം അറിയണം തോന്നിയത്. അത് പിന്നെ എനിക്കല്ല ഈ പോയിന്റ്സ് തോന്നിയത്, ആ പുറത്ത് നിന്ന് ചേച്ചിയാ പറഞ്ഞത്. ഏത് പെണ്ണാ മോളെ? ആരാ അവള്? അയ്യോ, ഏത് പെണ്ണ്? അയ്യോ പറയല്ലേ. അടുത്ത വീട്ടിലെ സ്ത്രീയോ? മിസ്സമ്മയ്ക്ക് എന്തിനാ അവര് ഹെൽപ്പ് ചെയ്യണം? ആരാ അവര്? നിന്നെ പറ്റിയൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? നിന്നെ പറ്റി സംസാരിക്കുക. ഇപ്പോ ടോപ്പിക് അവരല്ലല്ലോ, ഞാനാ. എന്നെ കുറിച്ച് സംസാരിച്ചാ മതി. എനിക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട്, ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിക്ക. ഇപ്പൊ നിങ്ങള് ഈ വീട്ടിലെ മെയിൻ ആളെന്ന നിലയിൽ എന്നോട് പോവാൻ പറഞ്ഞാണോ, അതോ ഞാൻ നിങ്ങളോട് വഴക്കിട്ടതുകൊണ്ട് പോവാൻ പറഞ്ഞാണോ? ഇനി അതുമല്ല, കെയർ ടേക്കർ എന്ന രീതിയിൽ എന്റെ ജോലിയൊക്കെ കണ്ട് കുട്ടികളെ നോക്കാൻ എനിക്ക് കഴിവില്ലാന്ന് ഡിസൈഡ് ചെയ്ത് അങ്ങനെ എന്നോട് പോവാൻ പറഞ്ഞതാണോ? പത്ത് പേരെ ഇന്റർവ്യൂ ചെയ്ത് അതില് 2 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് മാത്രം സെപ്പറേറ്റ് ടെസ്റ്റ് വെച്ച് ഈ ജോലിക്ക് ഞാൻ സ്യൂട്ട് ആവുമെന്ന് ഡിസൈഡ് ചെയ്ത് ഈ വീട്ടിലുള്ള എല്ലാരും ചേർന്ന് എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ ഈ മുതിർന്നവരുടെ ഡിസിഷൻ തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? മഹേശ്വരി മാഡം, രാഘവ സാറ്, കുട്ടികള്, ഇവരെ എല്ലാരെയും വിശ്വസിച്ച് അവരുടെ ഡിസിഷൻ എടുത്തോളാം സാറ് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ എല്ലാരും ചേർന്ന് സെലക്ട് ചെയ്ത എന്നെ സാറിന് ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പറഞ്ഞു വിടുന്നു. ഇത് ന്യായമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശരി, സാർ ഓഫീസിലുള്ള പോലെ തന്നെയാണോ വീട്ടിലും ഇരിക്കുന്നത്? അമ്മയോട് എങ്ങനെയാണോ അതുപോലെയാണോ കുട്ടികളോട്? കുറച്ച് അധികമായിട്ട് സംസാരിച്ചു എന്നും പറഞ്ഞ് എനിക്ക് നേരെ തോക്കു ചൂണ്ടി. അതുപോലെ മഹേശ്വരി മേഡം അധികമായിട്ട് സംസാരിച്ച ആർക്കെതിരെ നിങ്ങൾ തോക്കു ചൂണ്ടുവോ? ഇല്ലല്ലോ, ഞാൻ പുറത്തുള്ളത് പോലെ തന്നെയാ ജോലി സ്ഥലത്തും ബിഹേവ് ചെയ്യാന്ന് സാറിന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നിങ്ങൾ മഹേശ്വരി മേഡത്തെ പെണ്ണ് കാണാൻ പോയിട്ട് ഇവിടുത്തെ മേഡത്തെയാ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു.
പെണ്ണിത് എന്തൊക്കെയായി പറയുന്നത്? സാറിന്റെ ദേഷ്യം കൂട്ടാനാണോ ഇവള് നോക്കുന്നത്? നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനൊക്കെ മാഡം കറക്റ്റ് ഉത്തരം പറഞ്ഞതുകൊണ്ടാ സാറിന് മാഡത്തിന് ഇഷ്ടമായെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ എന്നോട് സാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേ, ഇല്ലെങ്കിൽ വല്ല ടെസ്റ്റും വയ്ക്കേ. ഞാനതിൽ സെലക്ട് ആവുന്നില്ലെങ്കിൽ അപ്പ എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞു. അതൊന്നുമില്ലാതെ നമ്മൾ തമ്മിൽ പുറത്തു വെച്ച് നടന്ന വഴക്കിന്റെ പേരിൽ വീട്ടിൽ വെച്ച് റിവെഞ്ച് കാണിക്കുന്നത് അത്ര ശരിയല്ല സർ. എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത്. ഇവളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഞാനിത് നോക്കിക്കോളാം. ദേ നോക്ക്, സംസാരിച്ചതൊക്കെ മതി, പുറത്തേക്ക് പോയേ. മഹേശ്വരി, ഒരു മിനിറ്റ്. നീ ജോബിന് അൺഫിറ്റ് ആയതുകൊണ്ടോ നീ എന്നോട് വഴക്ക് കൂടിയതുകൊണ്ടോ ഞാൻ ഡിസൈഡ് ചെയ്തതല്ല. നിന്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. നീ ട്രാഫിക് റൂൾസ് അനുസരിക്കാതെ വന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എത്രത്തോളം ഇറസ്പോൺസിബിൾ ആണെന്ന്. നിനക്ക് നിന്റെ ജോലി തീർക്കണം എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. അതിന് നീ തിരഞ്ഞെടുക്കുന്ന വഴികളാണ് പ്രശ്നം. ഒരു ജോലി ചെയ്തു തീർക്കാൻ നീ ഏത് തെറ്റായ വഴികളും സ്വീകരിക്കാൻ മടിയില്ലാത്തവളാണ്. അയാൾക്ക് കൈക്കൂലി വല്ലതും വാങ്ങുന്ന സ്വഭാവം ഉണ്ടോന്ന്, ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും. നിന്റെ കയ്യിലുള്ള സാധനങ്ങൾ പോലും നിനക്ക് സൂക്ഷിക്കാൻ അറിയില്ല. ഹലോ, തന്റെ പേഴ്സ് താഴെ വീണ് കിടക്കുന്നു. സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ പോലും നിനക്കറിയില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുകയാണെങ്കിൽ നിനക്ക് കുട്ടികളെ നന്നായിട്ട് നോക്കാനുള്ള യോഗ്യത തീരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തന്നെ തെറ്റും ശരിയെന്തെന്ന് അറിയാത്തപ്പോ എന്റെ കുട്ടികൾക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ടാണ് റിജക്ട് ചെയ്തത്. അതിപ്പോ ഞാൻ സാറിനെ കണ്ടപ്പോ എന്തോ അപ്പോഴത്തെ ദേഷ്യത്തില് 1-2 തവണ അധികം സംസാരിച്ചു. അങ്ങനെ ഒരു അവസരത്തില് തെറ്റു ശരി നോക്കാതെ ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റൂലേ? എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാ തെറ്റെന്ന് പറയാൻ പറ്റൂ? തെറ്റ് ചെയ്യുന്നത് ആരായാലും അവർക്കതിനൊരു കാരണം കാണും. മഹേന്ദ്ര, രണ്ടുപേരും സംസാരിക്കുന്നത് ശരി തന്നെയാ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ പ്രയോജനം? ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ആ തീരുമാനം ഞാൻ പറയാം സർ. ഞാൻ അൺഫിറ്റ് ആണെന്നാ സാറ് പറയുന്നത്. അങ്ങനെയല്ല, ഞാനാണ് കറക്റ്റ് എന്ന് ഞാൻ പറയുന്നു. എനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ ഞാനാണ് കറക്റ്റ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യും. ശരി, നിനക്കൊരു 3 ദിവസം ടൈം തരാം. നീ കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ ഒരു സംസാരം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കോണം. എനിക്ക് ഓക്കെ. ഇനി അതേ 3 ദിവസത്തില് എനിക്ക് കുട്ടികളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന മനസ്സിലായ? നീ എത്ര നാള് പറയുന്നോ അത്രയും നാളത്തേക്ക് ഞാൻ നിനക്ക് എഗ്രിമെന്റ് ചെയ്തു തരും. അതിനുശേഷം പിന്നെ ആര് വിചാരിച്ചാലും നിന്നെ പുറത്താക്കാൻ സാധിക്കില്ല. ഓക്കെ, ഡൺ. ശരി, കാണട്ടെ ഈ 3 ദിവസം കൊണ്ട് എന്റെ ഡിസിഷൻ ആണോ അതോ നിന്റെ കോൺഫിഡൻസ് ആണോ ശരിയെന്ന്.
മിടുക്കി തന്നെയാ മോളെ. വിചാരിച്ചത് നേടിയെടുത്തു. അതേ മോളെ, എന്റെ മോന്റെ അടുത്ത് അവൻ വിചാരിച്ചതിനേക്കാൾ നീ വിചാരിച്ച കാര്യം സാധിച്ചല്ലോ. അപ്പൊ നീ ജയിച്ചു. നീ ഞങ്ങളുടെ ടെസ്റ്റിൽ പാസ്സായി. ഇനി അവന്റെ ടെസ്റ്റിലും കൂടി പാസ്സാവണം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക്സ് സർ. ഹേയ്, രണ്ടനക്ക, 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 രണ്ടനക്ക. രണ്ടനക്ക, രണ്ടനക്ക. എടി അഞ്ജു, നിനക്കെന്താ ഭ്രാന്തായോ? എന്തിനാ ബഹളം വെക്കുന്നേ? ബ്രദേഴ്സ് കം. അതെ ചേച്ചി, ദൈവം ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. എന്റെ റിവഞ്ച് തീർക്കാൻ പറ്റാതെ ആ മിസ്സമ്മ ഇവിടുന്ന് പോകുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ തിരിച്ചു വന്നല്ലോ. അതെ അഞ്ജു, നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ലേ? ഇപ്പൊ നമ്മൾ എന്ത് കാണിച്ചാലും ഡാഡി മിസ്സമ്മയെ വഴക്കുറയുള്ളൂ. അതേടാ, ഈ 3 ദിവസത്തില് നമ്മുടെ ടോർച്ചർ താങ്ങാൻ വയ്യാതെ ആ മിസ്സമ്മ ഓടിപ്പിക്കോളൂ. മിസ്സമ്മ ജസ്റ്റ് മിസ്സായെന്നാ വിചാരിച്ചേ. നാളെ മുതൽ ആ മിസ്സമ്മയ്ക്ക് ഈ അഞ്ജലി ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാ. അവൾ ഇവിടെ നിന്ന് പോകുമ്പോ ശല്യം ഒഴിയെന്ന് വിചാരിച്ചപ്പോ പിന്നെയും വീട്ടിലേക്ക് കയറി വന്നിരിക്കുക. മാഡം, ഒരുപക്ഷെ സാറിന്റെ കല്യാണ യോഗം അവളുമായിട്ടായിരിക്കും. ഏയ്, എന്താ ഇത്? നിനക്ക് വായി തോന്നുന്നതൊക്കെ നീ വിളിച്ചു പറഞ്ഞല്ലോ. നിനക്ക് വേണ്ടുന്ന ലെറ്ററിൽ സൈൻ ചെയ്ത് തരേണ്ടത് അദ്ദേഹം അല്ലേ? അതൊക്കെ ഇങ്ങനെ നടക്കുവന്നേ. എല്ലാം അവര് പറഞ്ഞ പോലെ ഞാൻ ചെയ്തേ. വീണ്ടും ഞാൻ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണേ അവരാ. അയ്യോ, നീ എവിടുന്നാ വന്നേ? രാഘവേട്ടനോട് എല്ലാ സത്യവും നീ പറയുമല്ലോ. അവരെന്ന് വെച്ച അയൽപക്കക്കാരാണോ? അവര് തന്നെയാ. അവരാരാ? നിന്നെ മാത്രം സ്പെഷ്യൽ ആയിട്ട് കാണുന്നു, നിന്നെ മാത്രം ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ സംസാരിച്ചേ. എന്റെ മുന്നിൽ വെച്ചോ? എപ്പോ? ആ അതാ, ആ വേഷം കെട്ടി വന്നവന് വരട്ടാൻ പോയപ്പോ. ഞാൻ അയാളോട് സംസാരിക്കുമ്പോ നീ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ കാണാനാ? ആഹാ, അങ്ങനെയല്ല. നിങ്ങളവിടെ ഉള്ളപ്പോ തന്നെ ഞാൻ. വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട. ഇന്നത്തേക്ക് ഇത് മതി. എന്നാ ശരി, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ശരി, ചെല്ല്. അയ്യോ, ഇവളെന്തായാലും തിരിച്ചു കയറിയല്ലോ. അത് മതി എനിക്ക്. ഹേ യമധർമ്മരാജ, ആ പെണ്ണ് എന്നെ ഇങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ. ആ മോതിരമില്ലാതെ എനിക്ക് യമലോകത്തിലേക്ക് പ്രവേശനം കിട്ടില്ല. ഈ ഭൂലോകത്തിൽ എങ്ങനെയാ കഴിയുക? എന്താണ് ആ മനുഷ്യൻ നമ്മെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? നമ്മുടെ മോതിരത്തിലേക്കാണോ നോക്കുന്നത്? ഏ ബാലക, ഒന്നിങ്ങോട്ട് വരൂ. വരാനല്ലേ പറഞ്ഞത്? ഒന്ന് തിരിഞ്ഞു നിൽക്കൂ. ശരിയായ അളവെടുത്താൽ എന്റെ കൈക്ക് 3 ചാണ് പോലുമില്ല. എന്തിനാ നമ്മെ ഇങ്ങനെ നോക്കുന്നത്? എന്താ വേണ്ടത് നിനക്ക്? ഈ വീട് ആരുടേതാണെന്ന് അറിയാമോ? രാജ്യം സംരക്ഷിക്കുന്നവന്റെ വീടാ. നീ നമ്മെ ഇങ്ങനെ നോക്കിയാലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം നിന്നെ കാരാഗൃഹത്തിലടയ്ക്കും. അതെയോ? യമധർമ്മരാജ, നമ്മുടെ മോതിരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ ഇതുപോലുള്ള മനുഷ്യരുടെ ഇടയിൽ കിടന്ന് നാം വലയുന്നത്. എല്ലാം നമ്മുടെ വിധി. നിനക്കിനി എന്തെല്ലാം വരാൻ പോകുന്നു വിചിത്രഗുപ്ത? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാതിലൊന്ന് തുറന്നു തരാമോ? ആ തടിയൻ രാഘവൻ ഈ വാതിലെന്താ ഇത്രയും ബലമായി അടച്ചു വച്ചിരിക്കുന്നത്?
നാം ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുക? എന്താ അതിനൊരു മാർഗം? വാതിൽ ചാടിക്കടന്നകത്തേക്ക് പ്രവേശിക്കാം. ഈ വാതിൽ ചാടിക്കയറാൻ എന്താണൊരു മാർഗം? ഇത് എന്താടോ എങ്ങോട്ടായി വലിഞ്ഞു കയറുന്നേ? താൻ എങ്ങോട്ടാടാ ഈ പോകുന്നേ? പറയാം സുരക്ഷാ വീരനെ, നമ്മുടെ യമലോകത്തെ വാതിലിനേക്കാൾ ഇത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? നീയാണ് ശരിയായ സുരക്ഷാ വീരൻ. നീ ഇവിടെ വന്ന് കുമ്പിട്ട് നിൽക്കുകയാണെങ്കിൽ നാം നിന്റെ മേൽ ചവിട്ടി അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ പോലീസ് ആണെന്ന് കരുതിയോ അതോ തന്റെ സർവന്റ് ആണെന്ന് കരുതിയോ? മോഷ്ടിക്കാൻ വന്നിട്ട് എന്നോട് സഹായവും ചോദിക്കുന്നോ? അല്ല, ഈ വീട് ആരുടെയാന്നറിയോ? അറിയാം, നന്നായിട്ടറിയാം. രാജ്യത്തെ സംരക്ഷിക്കുന്ന ആളിന്റെ അല്ലേ? ആഹാ, വീട് ആരുടെയാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ഗേറ്റ് ചാടാൻ നോക്കുവാണല്ലേ? പിന്നെ നമ്മോട് എന്താണ് ചെയ്യാൻ പറയുന്നത് സുരക്ഷാ വീര? വാതിൽ അടഞ്ഞു കിടക്കുകയല്ലേ? തന്നാണ്ടല്ലോ. അല്ല, ഇതെന്ത് വേഷമാടോ? നാം ചിത്ര വിചിത്രഗുപ്തനാണല്ലോ, അതുകൊണ്ട് നമ്മുടെ വേഷവിധാനവും കുറച്ച് വിചിത്രമായിരിക്കും. കാണാൻ ഭംഗിയുണ്ടല്ലേ? എന്തൊക്കെയായാലും ഇത് വേഷമല്ല സുരക്ഷാ വീര. നീ എങ്ങനെയാണോ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നാമും വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത്. നീയും നാമും ഒരേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്നവരെ തിളയ്ക്കുന്ന എണ്ണയിൽ കൊണ്ടിട്ട് ശിക്ഷിക്കുന്നു. എന്നെ കണ്ടിട്ട് തനിക്കൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? ഓഹോ, നാം നിന്നോട് തമാശ പറയുകയാണെന്നാണോ നീ കരുതിയത്? ദാ നോക്കും സുരക്ഷാ വീര, നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു തർക്കം? സത്യമാണ് നാം പറയുന്നത്. ഓ അല്ലയോ സുരക്ഷാ വീര, എന്തിനാണ് നമ്മെ ഇങ്ങനെ മണപ്പിച്ചു നോക്കുന്നത്? തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? തന്റെ നാട് എവിടെയാണോ? യമപുരി. ഏയ്, താനിപ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും. അല്ലയോ സുരക്ഷാ വീര, നാം പറയുന്നത് സത്യമാണ്. നാം യമപുരിയിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഒരു ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ ആത്മാവ് നമ്മെ പറ്റിച്ച് നമ്മുടെ മോതിരം കവർന്നിരിക്കുന്നു. അത് തിരികെ ലഭിക്കാനാണ് നാം ഈ വാതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചത്. താനത് എന്തൊക്കെയാണോ ഈ പറയുന്നേ? ഇന്നലെ കണ്ട സിനിമയുടെ കഥയാണോ? സിനിമാ കഥ? ഓ, ചലിക്കുന്ന ചിത്രകഥ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. താൻ ഇങ്ങനെയൊക്കെ മോഷണം നടത്തിയിട്ടാ കയ്യിൽ ഇത്രയും മോതിരങ്ങളൊക്കെ ഇട്ടിരിക്കുന്നേ, അങ്ങനല്ലേ? നാം മോഷണം നടത്തിയെന്നു നമ്മെ കള്ളനാക്കുകയാണോ? ഏ സുരക്ഷാ വീര, നമ്മെ പറ്റി നീ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? നമുക്ക് മോഷണം നടത്തേണ്ട ആവശ്യം എന്താണെന്ന് പറയൂ. നമ്മുടെ മേൽ ആവശ്യമില്ലാത്ത കുറ്റാരോപണങ്ങൾ നടത്തിയാൽ കടുത്ത ശിക്ഷയായിരിക്കും നിനക്ക് ലഭിക്കുക. എന്താടോ, താൻ എന്നെ തന്നെ ശിക്ഷിക്കോ? തന്നെ ഇവിടെ വെച്ചല്ല, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രണ്ടെണ്ണം തന്ന എല്ലാം പുറത്തു വരും. വാടോ. എന്താ ഇത്? ഇവിടെ വരാൻ. നമ്മെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വരാനല്ലേ പറഞ്ഞത്? സുരക്ഷാ വീര, വണ്ടിയിൽ കയറ്. വണ്ടിയോ? ഇരുചക്ര വാഹനം. ഓ, വിചിത്രമായിരിക്കുന്നല്ലോ. ഈ ഇരുചക്ര വാഹനത്തിൽ എങ്ങനെയാണ് അമരുക? കയറിയിരിക്കണം. ആദ്യം നീ കയറിയിരിക്കെ, അത് കണ്ട് നാമും ഇരിക്കാം.